എനിക്ക് ആകെപ്പാടെ ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുക. രണ്ടും വേണ്ടപ്പെട്ട അടുത്ത ജീവൻ അല്ലേ? പുറത്തുനിന്ന് ഇറങ്ങത്തില്ല. എനിക്ക് പുറത്തിറങ്ങാനും എനിക്ക് മുറ്റത്തിറങ്ങാനുള്ളൊരു ഞാൻ 7 ദിവസത്തെ 4-5 ദിവസത്തെ പാത്രങ്ങൾ കിടന്ന് ഞാൻ കഴുകാനായിട്ട് അങ്ങോട്ട് പോയതാണ്. ഞാൻ അരിയാഹാരമായി വെച്ചിട്ട് 4 ദിവസമായി. കേട്ടല്ലോ, ചങ്കു പൊട്ടി ഒരു അമ്മ കരയുകയാണ്. ആർക്കും സങ്കടം വരും. പക്ഷേ ഈ അമ്മ ഒരു അവിവേകം കാണിച്ചു. ഈ അമ്മ കാണിച്ച അവിവേകത്തിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബീവി അമ്മ എന്ന 78 വയസ്സുകാരി ബോധമറ്റ് കിടക്കുകയാണ്. അനക്കൊന്നുമില്ല. മകളായിട്ടുള്ള സീനത്തും കൊച്ചുമക്കളെല്ലാം കൂടെ താങ്ങിയെടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. പക്ഷേ ആശുപത്രിയിലെത്തി ഡോക്ടർക്ക് വിശദമായിട്ട് പരിശോധിച്ചപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ബീവി അമ്മ മരിച്ചിരിക്കുന്നു. എല്ലാവർക്കും വലിയ വിഷമമായി. പ്രത്യേകിച്ച് മകളായിട്ടുള്ള സീനത്തും കൊച്ചുമക്കളെല്ലാം വാവിട്ട് നിലവിളിക്കുകയാണ്. ഡോക്ടർ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ്. ഈ ബീവി അമ്മയുടെ തലയുടെ പിൻഭാഗത്ത് ഒരു പൊട്ടൽ, ഒരു മുറിവ്, നല്ലൊരു ചതവ്, എന്തോ വല്ല തല ഇടിച്ച് വീണതുപോലെയുള്ളൊരു പരിക്കാണ് ഈ തലയുടെ പിൻഭാഗത്ത് കണ്ടിരിക്കുന്നത്. ഡോക്ടർ നേരെ പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് എത്തി. അപ്പോൾ ഇവരെ ഈ സീനത്തിനെയും മക്കളായിട്ടുള്ള അശ്മലിനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് വൈകുന്നേരം 4 മണിയോടെ ബീവി അമ്മ വീടിൻ്റെ പിറകിലൂടെ വന്ന് മുൻവശത്തേക്ക് കയറുമ്പോൾ തലയിടിച്ച് വീണു. ഇവരെല്ലാം വാക്കേടാട്ടെന്നുള്ളൊരു നിപ്പായിരുന്നു. സാറേ ഇവര് അവിടെ നിന്ന് അപ്പുറത്തൂടെ വാതിലുണ്ട്. അമ്മ അപ്പുറത്തെ റൂമിലാണ് അതുവഴി ഇറങ്ങി ഇതുവഴിയാ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടെ നിന്നോണ്ടാ മറിഞ്ഞു വീണത്. ആൾക്കാർ പറഞ്ഞത് വേറെ കാര്യങ്ങളൊക്കെയാ. ശരിയായിരിക്കും അല്ലേ? 78 വയസ്സുണ്ട്, പ്രായത്തിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തലചുറ്റലുണ്ടാവാം. അങ്ങനെ ബോധം കെട്ട് തലയിടിച്ച് വീണ് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. പക്ഷേ എന്തോ ഒരു അസ്വാഭാവികത. ഇപ്പോൾ നാട്ടുകാരുടെ ഒന്ന് ചോദിക്കുക, ഈ വീട്ടിൽ അവസ്ഥ ഒന്ന് ചോദിക്കണമല്ലോ. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസികളോട് ചോദിച്ചാൽ മതി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അയൽവാസികൾ ചോദിച്ചപ്പോൾ അന്ന് വൈകുന്നേരം ഈ വീട്ടിൽ ഒരു വലിയ നിലവിളി കേട്ട്, എന്തോ ഒരു ബഹളം കേട്ട്. അപ്പോൾ എന്തായിരിക്കും ആ നിലവിളി കേട്ടിരിക്കുന്നത്? ഇവർ മറിഞ്ഞു വീണ ശേഷവും അതിന് മുമ്പൊക്കെ ഈ വീട്ടിൽ ഒരു ബഹളം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ ഈ സീനത്ത് എന്ന് പറഞ്ഞ അമ്മയെയും, അതായത് ഈ ബീവി അമ്മയുടെ മകളെയും കൊച്ചുമകനായിട്ടുള്ള അജ്മലിനെയൊക്കെ ചോദ്യം ചെയ്ത് വിശദമായിട്ട് ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. അവർ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സീനത്തിൻ്റെ ഭർത്താവായിട്ടുള്ള സുധീർ ആ സമയത്ത് ഈ വീട്ടിലില്ല. അയാൾ ശബരിമലയിൽ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ വീട്ടിലുള്ളത് സീനത്തുണ്ട്, 2 ആമക്കളും മാത്രമാണ്. പോലീസ് വിശദമായിട്ട് ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യുകയാണ്. കാരണം ഒന്നാമത്തെ പോലീസിൻ്റെ മനസ്സിലുള്ള സംശയം, ആ വീട്ടിൽ ഒരു വലിയ ബഹളം നടന്നിരിക്കുന്നു. ആരൊക്കെയോ തമ്മിലുള്ള ബഹളത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതുമാത്രമല്ലെന്നേ, ഈ ബീവി അമ്മ മറിഞ്ഞു വീണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു ബലപ്രയോഗത്തിലൂടെ ആരോ പിടിച്ചു തള്ളിയതുപോലെയാണ് ഇവരുടെ മുറിവിൻ്റെ ഒരു ആഘാതം മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ പോലീസുകാർക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് മറിഞ്ഞു വീഴുന്നതും ബലപ്രയോഗത്തിലൂടെ ഒരാളും മറിഞ്ഞു വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പക്ഷേ ഇത് ബലപ്രയോഗത്തിലൂടെയാണ് ഈ ബീവി അമ്മ മറിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലുള്ള ആർക്കോ ഇതിൽ പങ്കുണ്ട്. ഇവരുടെ മരണത്തിൽ ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോൾ വിശ്വസിക്കുകയാണ്. അതിന് തെളിവുകളെല്ലാം കിട്ടിയിരിക്കുന്നു. ഇനി ആരായിരിക്കും അല്ലേ? പോലീസ് ഒരു നിഷ്കളങ്ക കുടുംബമാണ്, വലിയ കുറ്റകൃത്യങ്ങളൊന്നും ഏർപ്പെടാത്ത ഒരു സാധാരണ കുടുംബമാണ്. പെട്ടെന്ന് ചോദ്യം ചെയ്താൽ തന്നെ ഇവരെ നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ പോലീസ് ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ സീനത്തിന് തന്നെ ആദ്യമേ ചോദ്യം ചെയ്തു. പക്ഷേ ഇവരുടെ മൊഴിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് പറയുന്നത്. അവർ വന്ന് വീണ് അവർ നിങ്ങൾ പോയി ആശുപത്രി കൊണ്ടുപോയി, അവർക്ക് അവിടെ ചെന്ന് പ്രശ്നമില്ല, ഇവിടെ ചെന്ന് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷേ ആ മൊഴികളിലെല്ലാം ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരല്ല ചെയ്തിരിക്കും, പക്ഷേ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അമ്മയില്ലയോ, ഒരു പക്ഷേ ഇനി മക്കളിൽ ആരെയോ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ബോധ്യമായി. പക്ഷേ ആരെ ആയിരിക്കാം അല്ലേ? അതൊരു ചോദ്യമാണ്. എന്തായാലും നമ്മുടെ ഈ സീനത്ത് തന്നെ പറഞ്ഞു തുടങ്ങേണ്ട കാര്യങ്ങൾ നമ്മൾ അന്നേരം ഒന്നും പറയുന്നില്ല. അതാണ് നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്ക്. വീണെന്നേ പറഞ്ഞോളൂ. വീണെന്നുള്ള സംഭവം ഞാൻ പറയുന്നുണ്ട്. തെള്ളിയിട്ടെന്ന് പറയുന്നില്ല. അത് ഞാൻ ഇല്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല. അങ്ങോട്ട് തള്ളിയിട്ടതല്ല, സ്വാഭാവികമായിട്ടൊന്ന് മറിഞ്ഞു വീണതാ. അല്ല മനഃപൂർവ്വമായിട്ട് ഇവരെ തള്ളണോന്ന് പറഞ്ഞ് അവൻ തള്ളിയതല്ല സാറേ. തലയ്ക്ക് ക്ഷയം പറ്റിയ, തലച്ചോറിന് ക്ഷയം പറ്റി എന്നുള്ള മരണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ അവരുടെ ശരീരത്ത് ഒരു പാടുകളും ഇല്ല, തലയുടെ അല്ലാതെ. ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മയും ഈ മക്കളും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ വാക്ക് തർക്കങ്ങളും ഈ മരണപ്പെട്ട ബീവി അമ്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള
ചോദ്യത്തിനാണ് പിന്നീട് ഉത്തരം കിട്ടേണ്ടത് അല്ലേ. അങ്ങനെ മാറി മാറി എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ ആളെ കിട്ടി. ബീവി അമ്മ സ്വമേധ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറിഞ്ഞു വീണുള്ള പരിക്കല്ല തലയ്ക്ക് പിന്നിലുള്ളത്. അപ്പോൾ ആരോ മനഃപൂർവ്വം തള്ളിയിട്ടതാണ്. അതറിയണമല്ലോ അല്ലേ, ആരാണെന്ന് അറിയണമല്ലോ അല്ലേ, ആഗ്രഹമുണ്ടല്ലോ. മറ്റാരുമല്ല, ഇവരുടെ കൊച്ചുമകനായിട്ടുള്ള 28 വയസ്സുള്ള അജ്മലാണ് ഈ കടുങ്കൈ ചെയ്തത് അല്ലേ. ഞെട്ടിപ്പോയി. ഇനി അറിയേണ്ടത് എന്തിനാണ് ആ പാവപ്പെട്ട, അതൊന്നതായത് 78 വയസ്സുണ്ടെന്ന് ഓർത്തോണം, അത്രയും ആയുസ് അറ്റിരിക്കുവാണ്, ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. ആ അമ്മൂമ്മയെ കൊന്നിട്ട് ഇവൻ എന്താണ് നേട്ടം അല്ലേ, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. അങ്ങനെ എന്തായാലും ഇവനെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് ഇവൻ കുറ്റം ഏൽക്കുകയാണ്. എൻ്റെ കൈകൊണ്ട് പറ്റിപ്പോയ ഒരു അബദ്ധമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അബദ്ധം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തിനാണ് ഈ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്? അടുത്ത ചോദ്യം അതാണ്. ഇവൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഞാനിവിടെ ഛർദ്ദിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ഇളയ മോനും ഇവരത്താടെ പോയ പോലെ ശബരിമലയിലായിരുന്നു. അങ്ങനെ അമ്മ അവിടെ നിന്ന് ആ കിടന്ന റൂമിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഇറങ്ങി അതുവഴി കറങ്ങി ഇവിടെ വന്ന് ഈ ചാക്കിൻ്റെ അവിടെ വന്ന് നിന്ന്. ഞങ്ങളുടെ അമ്മ അപ്പുറത്തൂടെ ഇറങ്ങി ചാക്കിൻ്റെ അവിടെ വന്ന് നിന്ന് ഒരു കാല് ചാക്കയിലും ഒരു കാല് ആ തിണ്ണയിലുമായിട്ട് നിന്നു. അന്നേരം അമ്മ വന്നിട്ട് പറഞ്ഞു, പൊന്നലമ്മ, അന്നേരം അമ്മ പറഞ്ഞു അത്ത വരാത്ത വിഷമത്തിനായിരിക്കും അമ്മ ഛർദ്ദിച്ചിരിക്കുന്നത്. അന്നേരം അവൻ പറഞ്ഞു, അമ്മ ഒരാൾ മരിക്കാൻ തുടങ്ങുമ്പോഴാണ് ആവശ്യമില്ലാത്ത വർത്താനം അമ്മ പറയുന്നതെന്ന് പറഞ്ഞ് ഇവൻ പിടിച്ചിങ്ങനെ മാറ് പൊന്നലമ്മ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചോരു ഇങ്ങനെ ഒന്ന് മാറ്റി. ഇവരില്ല വാക്കില്ലാതെ അങ്ങ് നിൽക്കുമായിരുന്നു. നെടുമ്പാട് എത്തിച്ച് വീണ് തല പോയി ഇടിച്ചു. അവൻ തള്ളിയ വഴിക്ക് അവർ വീണു. ഞാൻ പോലീസുകാരുടെ അടുത്തും പറഞ്ഞല്ലോ ഇവിടെ ഇത് എഴുതാൻ വന്നപ്പം പറഞ്ഞു അവൻ തള്ളിയ വഴിക്ക് അവർ മറിഞ്ഞടിച്ച് വീണതാ, അല്ലാതെ തന്നിയെ വീണതല്ല. ഈ അജ്മൽ എന്ന് പറയുന്ന 28 വയസ്സുകാരന് ഗൾഫിലായിരുന്നു ജോലി, നാട്ടിലെത്തിയിരിക്കുവാണ്. ആ ജോലി വേണ്ട, വേറൊരു ജോലി സംഘടിപ്പിക്കണം, അതിനുവേണ്ടി കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിലെത്തി ഈ അമ്മയും മകനും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം 4 മണിയോടെ അടുത്ത സമയം ഈ സീനത്തും മകനും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ കിടക്കുകയാണ് നമ്മുടെ ബീവി അമ്മ. ബീവി അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. ഒരു സൈഡിൽ കൊച്ചുമകൻ, ഒരു സൈഡിലാണെങ്കിൽ മകള്. അങ്ങനെ ഈ വഴക്ക് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അപ്പുറത്തെ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് വരികയാണ് തടസ്സം പിടിക്കാൻ വേണ്ടി. ഇടയ്ക്ക് കയറി പാവപ്പെട്ട അമ്മൂമ്മ. ഈ ചെറുക്കനാണെങ്കിൽ കലി കൊണ്ട് നിൽക്കുകയാണ്, പിടിച്ചുറൊറ്റ തെള്ളു, പ്രായമൊന്നും നോക്കിയില്ല. അപ്പോൾ അവൻ്റെ കലി കൊണ്ട് അങ്ങനെ ചെയ്ത പണിയാണ്. ഈ പാവപ്പെട്ട വല്യമ്മ തല ഇടിച്ചുകൊണ്ട് ഒറ്റ കിടപ്പ്, ഇങ്ങനെ തല പൊട്ടി. പിന്നെ കാണിച്ചു കൂട്ടുന്നതെല്ലാം നാടകമാണ്. കയ്യബദ്ധം പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റുമോ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അങ്ങനെ സംഭവിച്ചു പോയി. ഉടനെ നമ്മുടെ സീനത്തും മകനെല്ലാം കൂടി തിരക്കഥ രചിക്കുകയാണ്. അമ്മൂമ്മ സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് വന്നു കയറി തലയിടിച്ച് വീണ് എന്നുള്ളൊരു നാടകം അവിടെ രചിക്കുകയാണ്. നേരെ ഈ ബോധമറ്റ് കിടക്കുന്ന ഈ നമ്മുടെ ബീവി അമ്മയും കൊണ്ട് നേരെ ആശുപത്രിയിൽ പോകുന്നു. ഡോക്ടർക്ക് ഒരു സംശയം തോന്നുന്നു. ആ സംശയം പോലീസിനോട് പറയുന്നു. പോലീസിൻ്റെ കൈകളിൽ ഈ കേസ് എത്തുകയാണ്. അങ്ങനെ 1-2 ദിവസം വിശദമായിട്ട് ഈ അമ്മയും മകനെ എല്ലാം വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം തത്ത പറയുന്ന പോലെ ഈ പയ്യൻ ഏറ്റു പറയുകയാണ്, അജ്മൽ പറ്റിപ്പോയി സാറേ, കയ്യബദ്ധം പറ്റിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ അവൻ്റെ കൈകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. അങ്ങനെ പോലീസ് വിദഗ്ധമായിട്ട് ഈ കേസ് തെളിയിക്കുകയാണ്. സ്വാഭാവിക മരണമായിട്ട് തള്ളപ്പെടേണ്ട ഈ കേസാണ് പോലീസ് അങ്ങനെ കൊലക്കേസായിട്ട് തെളിയിച്ചിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരാളെ കൊല്ലണമെന്ന് ഉദ്ദേശമില്ലെങ്കിൽ തന്നെ ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ നല്ല ഇത്ര ഹൈറ്റിൽ നിന്നോ താഴേക്ക് ഇടുകയാണ്, അവനെ മരിച്ചു, അത് കൊലക്കുറ്റം തന്നെയാണ്. അങ്ങനെയുള്ളൊരു കൊലക്കുറ്റമാണ് ഈ പയ്യൻ്റെ മേൽ, അതായത് അജ്മലിൻ്റെ മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവനെ തട്ടി അകത്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടോ. ഈ നമുക്ക് ഒന്നാമത്തെ ഒരു വിഷമം തോന്നും, മകനെ രക്ഷിക്കാൻ വേണ്ടി ഏത് അമ്മയും അങ്ങനെ ശ്രമിക്കുമല്ലോ അല്ലേ. എത്ര മക്കൾ മോശക്കാരനാണെങ്കിലും അമ്മമാർക്ക് ഈ മക്കളെ വിട്ട് കളിക്കാൻ പറ്റുമോ? ഒരുപാട് സംരക്ഷിക്കാനായിട്ട് അവർ ശ്രമിച്ചു. അവസാനം എല്ലാം പൊളിച്ചെഴുതി കുപ്പിയിലാക്കി കൊടുത്തു. ഇതാണ് നമുക്ക് ചില സമയത്ത് ഗുളികം വരുന്ന സമയമുണ്ട്. ഈ പയ്യനാണെങ്കിൽ വേറെ ജോലിക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് വന്നതാണ്. ആ ഒരു ഇടവേളയിലാണ് ഈ എല്ലാം സംഭവിച്ചിരിക്കുന്നത്. എല്ലാം കഥം ഖുദാഹെ. ഈ പയ്യമ്മ 2 മക്കളുണ്ട്, ഒരു മൂത്തവനും ഉണ്ട്, ഒരു ഇളയവനും ഉണ്ട്. 2 പിള്ളേരും കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ കാര്യം ആകപ്പാട് വല്ലാത്തൊരു കഷ്ടമാണ്. എന്തായാലും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. ചിലപ്പോൾ ഗുളികം വന്നു കയറുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്. അത് മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിലുള്ള കടുങ്കൈയൊന്നും ആരും കാണിച്ചു കൂട്ടലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ. നന്ദി, നമസ്കാരം.